ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളങ്ങനെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു വീക്കെൻഡാണ്. ഞങ്ങൾ മൺഡേ ടു ഫ്രൈഡേ ആണ് വർക്കിംഗ്. അപ്പോൾ സാറ്റർഡേ സൺഡേ ആണ് നമ്മുടെ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത്. ഇന്ന് സാറ്റർഡേ മോർണിംഗ് ആണ്. അപ്പോൾ രാവിലെ ഇങ്ങനെ പതുക്കെ റിലാക്സ്ഡ് ആയിട്ട് എണീറ്റിട്ട് ഇന്ന് കുറച്ച് തണുപ്പുള്ളൊരു ദിവസമാണ്. എന്ന് വെച്ചാൽ ഒരു 16-17 അങ്ങനെയൊക്കെയാണ് ടെമ്പറേച്ചർ. കുറച്ച് വിൻഡിയും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേറെ കാര്യമായിട്ട് പരിപാടികളൊന്നുമില്ല. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ. ഞാനിന്ന് ലഞ്ചിന് പാൽക്കപ്പയും ചിക്കൻ മപ്പാസും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ സിസ്റ്റർ അത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്തു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരു 2 ആഴ്ച മുന്നേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം അവർക്ക് വേണ്ടിയിട്ട് പാൽക്കപ്പയും വേറെ 1-2 ഐറ്റംസൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാക്കി. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി, ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായി, പിള്ളേർക്കും നല്ല ഇഷ്ടമായി. സാധാരണ കപ്പ അവർക്കങ്ങനെ വലിയ ഇഷ്ടമല്ല. നമ്മൾ എല്ലും കപ്പയൊക്കെ ഉണ്ടാക്കുമ്പോൾ മിക്കവാറും അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അവർക്ക് അതിൻ്റെ ഒരു കുറച്ച് മസാലയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. പക്ഷേ ഇതങ്ങനെ മസാലയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാനിന്ന് അതുണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാനതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം. പിന്നെ വീക്കെൻഡ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കുറച്ചൊരു പ്ലാനിങ്ങും ഞാൻ കുറച്ച് മീൽ പ്രെപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ നമ്മൾ ഈ പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ 1-2 വീഡിയോസിലൊക്കെ ഇങ്ങനെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് കമൻസ് ഒക്കെ ചെയ്ത് നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു. പക്ഷേ വ്യൂസൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ലൈക്കും കുറവാണ്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായി കാണുന്നവരാണ്, നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ബാക്കി വീഡിയോ കാണും കേട്ടോ. അപ്പോൾ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും, കുറച്ചും കൂടി ഒരു റീച്ച് കിട്ടും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 2 വീഡിയോസിന് വളരെ വ്യൂസ് കുറവാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ എൻജോയ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ചിക്കൻ മപ്പാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ തൈസാണ് എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ കോൾസിലൊക്കെ കിട്ടുന്ന ഇങ്ങനെ തൈ ഫില്ലറ്റ്സും ബ്രസ്റ്റ് ഫില്ലറ്റും ഒക്കെയാണ്, എല്ലില്ലാതെ. ശരിക്കും നല്ല ചിക്കൻ കറി വെക്കാൻ എനിക്ക് തോന്നാറുള്ളത് പലപ്പോഴും എല്ലോട് കൂടിയ ഫുൾ ചിക്കനാണ്. പക്ഷേ നമുക്കിങ്ങനെ ഒരു ആൻറ്റിബയോട്ടിക് ഫ്രീ അങ്ങനെ ഒരു സർട്ടിഫൈഡ് ആയിട്ട് വരുന്നതൊക്കെ ഇങ്ങനത്തെ ചിക്കനാണ്. അപ്പോൾ ഞാൻ അധികം ഇതാണ് മേടിക്കാറുള്ളത്. ഇടയ്ക്ക് നമുക്കൊരു മാർക്കറ്റ് പോലത്തെ ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് ചിക്കൻ കറി പീസ് എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ സർട്ടിഫൈഡും അങ്ങനെയൊന്നുമല്ല, നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മേടിക്കുന്നത് കുറവാണ്. പക്ഷേ എനിക്കെപ്പോഴും ഇങ്ങനത്തെ കറിയൊക്കെ വെക്കുമ്പം എല്ലും കൂടി ഉള്ളതാണ് ഒന്നുകൂടി രുചി എന്ന് തോന്നാറുണ്ട്. ഞാൻ ആദ്യം തന്നെ ചിക്കൻ അങ്ങ് മാരിനേറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് സാറ്റർഡേ ആണല്ലോ. അപ്പോൾ മക്കൾക്ക് ഇങ്ങനെ ഓരോ എക്സ്ട്രാ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം സേറ നെറ്റ്ബോളിന് പോകുന്നുണ്ട്, അതിൻ്റെ മാച്ച് സാറ്റർഡേ ആണ്. അപ്പോൾ ഓരോ സമയത്തായിരിക്കും. ചിലപ്പോൾ രാവിലെ വളരെ നേരത്തെ ആയിരിക്കും, 7:30-8 മണി അങ്ങനെ, ചിലപ്പോൾ 12-12:30 അങ്ങനെ. അതുകൊണ്ട് നമ്മുടെ സാറ്റർഡേസ് ഇപ്പോൾ കൈൻഡ് ഓഫ് ഒരു ബ്ലോക്ക്ഡ് ആണെന്ന് പറയാം. മക്കൾ വലുതാകുന്നതോറും നമ്മുടെ ഈ വീക്കെൻഡ് കൂടുതൽ തിരക്കായി വരുന്നത് ഇങ്ങനെയാണ്. അവരുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് മോസ്റ്റ്ലി വീക്കെൻഡ്സ് ആയിരിക്കും. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചിക്കൻ മപ്പാസ് ഉണ്ടാക്കുന്നത്. ഇത് ഇത്ര രുചിയുണ്ട്, വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല അടിപൊളിയുമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. ഇനി ഇതിൽ കുറച്ച് പെപ്പർ, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു 15-20 മിനിറ്റ്സ്, ഞാൻ ഈ ഉള്ളി വഴറ്റിയെടുക്കുന്ന അത്രയും സമയമാണ് ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ചിക്കൻ കറിയൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആണല്ലോ. ഞാൻ അധികം സാധാരണ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ്. പിന്നെ ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്യുന്നതിന് റൈസ് ബ്രാൻ ഓയിൽ, അങ്ങനെയാണ്. എണ്ണ ചൂടായി വരുമ്പം നമുക്കിതിലോട്ട് കുറച്ച് പെരിഞ്ജീരകം, പിന്നെ നമ്മുടെ കയ്യിലുള്ള സ്പൈസസ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, അതെല്ലാം കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇനി ഞാനിതിലോട്ടൊരു 3 വലിയ ഉള്ളി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റിയിട്ട് നമുക്കിതിലോട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും സംഭവങ്ങൾ ചതച്ചിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്യാം. എപ്പോഴും നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണെങ്കിൽ നല്ലൊരു രുചിയാണ്. ഞാനീ പറയും പോലെ അധികവും ഫ്രോസനാണ് യൂസ് ചെയ്യാറുള്ളത്. എൻ്റെ കയ്യിലുള്ളത് തീർന്നു, ഇനിയിപ്പം അടുത്ത ബാച്ച് ഉണ്ടാക്കണം. പിന്നെ ചിലപ്പോൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടുള്ളത് ഇങ്ങനെ മേടിക്കും. എനിക്കെന്തോ ഗാർലിക്ക് ഒറ്റയ്ക്ക് ഫ്രീസ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് പോകുന്ന പോലെ തോന്നും. ഇഞ്ചി അതേസമയം നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ ചതച്ചിട്ടാലും നല്ല ഫ്രഷ് ഇഞ്ചിയുടെ അതേ ടേസ്റ്റാണ്. പക്ഷേ ഒരുപാട് പേര് വെളുത്തുള്ളിയും ഫ്രീസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ കമൻസിലൊക്കെ ആണെങ്കിലും പലരും പറയാറുണ്ട് അവരൊക്കെ ഫ്രീസ് ചെയ്യാറുണ്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ മേടിച്ച വെളുത്തുള്ളിയുടെ കുഴപ്പമാണോ എന്നറിയില്ല. ഇനി വെളുത്തുള്ളി ഒറ്റയ്ക്ക് ഒന്ന് ഫ്രീസ് ചെയ്ത് നോക്കണം. ഇനി ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്യുന്ന മസാല മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാനീ പറയും പോലെ വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ്. അപ്പോൾ അതൊരു 2-3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യുന്നു. പിന്നെ ഒരു 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ മേലെ നിന്ന് അത്രയും ക്രഷ് ചെയ്യാൻ പാടായതുകൊണ്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്തതാണ് കേട്ടോ. അതുപോലെ കുറച്ച് ഗരം മസാലയും നമ്മൾ ഈ ഒരു ഉള്ളിയിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്.
അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു വലിയ തക്കാളിയാണ്. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് എൻ്റെ അടുത്തൊരു അരക്കഷ്ണം തക്കാളി മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ ഞാനതുകൊണ്ടുള്ള അരക്കഷ്ണം തക്കാളി ഇട്ടു. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നു കഴിയുമ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു 2-3 മിനിറ്റ്സ് നമ്മളൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചിക്കനൊക്കെ കുക്ക് ചെയ്യുമ്പം അതിൽ നിന്ന് തന്നെ ഒരുപാട് വെള്ളം വരും. നമ്മളങ്ങനെ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചിക്കനൊക്കെ ഒന്ന് ചെറുതായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ്സ് ഒക്കെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ വെള്ളം വരും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. ഇനി ചിക്കൻ അങ്ങനെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡർ കൊണ്ടാണ് തേങ്ങാപ്പാൽ ഉണ്ടാക്കാറുള്ളത്. നമുക്കിവിടെ എല്ലാ ഇന്ത്യൻ സ്റ്റോറിലും തന്നെ കിട്ടും. ഇത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന പാല് ശരിക്കും നമ്മുടെ ഒരു ഫ്രഷ് കോക്കനട്ട് മിൽക്കിൻ്റെ ഏതാണ്ട് അതേ രുചിയാണ്. അതുപോലെ നമുക്ക് കോൾസിലൊക്കെ കോക്കനട്ട് മിൽക്കായിട്ട് മേടിക്കാൻ കിട്ടും, അതും നല്ലതാണ്. പിന്നെ ഈ തേങ്ങാപ്പാൽ പൊടി എനിക്കിപ്പോൾ വളരെ സൗകര്യമായി തോന്നുന്നുകൊണ്ട് നമ്മുടെ ആവശ്യത്തിന് കുറച്ചെടുത്ത് മിക്സ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാനങ്ങനെ തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ട് ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ മേടിക്കുന്ന തേങ്ങാപ്പാലും അതുപോലെ ഈ തേങ്ങാപ്പാൽ പൊടി കൊണ്ടുണ്ടാക്കുന്ന തേങ്ങാപ്പാലും തിളപ്പിച്ചാലും അങ്ങനെ പിരിഞ്ഞു പോകത്തില്ല. അതുപോലെ നമ്മൾ ഈ കറിയിലോട്ട് കുറച്ച് താളിച്ച് ചേർക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ നമ്മൾ കുറച്ച് കുഞ്ഞുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സംഭവങ്ങൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഈ കറിയിലോട്ട് ആഡ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ അല്ലേ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കവർ ചെയ്ത് വെക്കാം. ഈ കറി കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. നല്ല ടേസ്റ്റാണ്. ഇത് ഈവൻ അപ്പത്തിൻ്റെ ഒക്കെ കൂടെയാണെങ്കിലും സൂപ്പറായിരിക്കും. അപ്പോൾ ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതും പാലപ്പവും കൂടി ഉണ്ടാകണമെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കറി റെഡിയായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വീക്കെൻഡ് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, വീക്കെൻഡ് എന്നില്ല, ലൈക്ക് തേഴ്സ്ഡേ ഓർ ഫ്രൈഡേ. അപ്പോൾ ഈ തേഴ്സ്ഡേയും ഫ്രൈഡേയും ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, ഫ്രിഡ്ജ് ക്ലീനിങ് ആണ്. അപ്പോൾ എല്ലാ വീക്കും നമ്മൾ ആ ഒരു വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രിഡ്ജ് ഒരുവിധമൊക്കെ കാലിയായിട്ടുണ്ടാവും. നമുക്ക് ക്ലീൻ ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്. അതുപോലെ നമ്മൾ വീക്ക് ഡേയ്സിലൊന്നും ചെക്ക് ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ വീക്കെൻഡ് എന്തൊക്കെയാണ് ഈ ഫ്രിഡ്ജിലുള്ളത് എന്നൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഞാൻ ആ കാണുന്ന പാത്രങ്ങളൊക്കെ ക്ലിംഗ് റാപ്പാണ്, ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് എല്ലാ തട്ടും ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുന്നതാണ്. ഇത് വേറൊന്നുമില്ല, ജസ്റ്റ് പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നു, അത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യുകയും നമ്മുടെ ഫ്രിഡ്ജിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് റെഗുലറായി ചെക്ക് ചെയ്യും. ഫ്യൂ ഡേയ്സിൽ തന്നെ നമ്മൾ എന്താണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് അതൊക്കെ യൂസ് ചെയ്യാൻ ചെയ്താൽ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഫൗൾ സ്മെല്ല് വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു ഫ്രിഡ്ജ് ഭയങ്കര ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല നമ്മൾ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ. പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഒരു ടവൽ അത് മാറ്റി വെക്കുക. ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണെന്ന് വിചാരിക്കുന്നു. അത് ക്ലീനിങ്ങിന് അത്രയും ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. ആ ക്ലോത്ത് ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്. നമുക്ക് ഒരുപാട് കാലം അത് യൂസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഞാൻ എല്ലാ ഷെൽഫും ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തു. അതുപോലെ നമ്മൾ ഒരുപാട് സോസുകൾ, ഡ്രസ്സിങ്സ് ഇതൊക്കെ നമ്മൾ മേടിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. എക്സ്പയറി ഡേറ്റ് കഴിയാറായെങ്കിൽ അത് ഒഴിവാക്കുക. ഞാനങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് സോസുകൾ യൂസ് ചെയ്യാറില്ല. കഴിയുന്നതും നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ നോക്കും, അങ്ങനെയാണ്. പിന്നെ ഇതാണ് നമ്മുടെ കപ്പ. ഇവിടെ ഫ്രോസൺ കപ്പയാണ് എപ്പോഴും മേടിക്കാറുള്ളത്. എല്ലാ ഇന്ത്യൻ സ്റ്റോഴ്സിലും ഫ്രോസൺ കപ്പ കിട്ടണമെന്നില്ല. നമ്മൾ ഈ മലയാളീസൊക്കെ നടത്തുന്ന കടകളാണെങ്കിൽ അവിടെ എന്തായാലും കിട്ടും കേട്ടോ. ഇത് കോഴിക്കോടൻസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഡിലൈറ്റ്സിൻ്റെയാണ് അധികവും മേടിക്കാറുള്ളത്. എനിക്കിതുവരെ ഇങ്ങനെ കപ്പ മേടിച്ചിട്ട് അങ്ങനെ മോശമായിട്ടില്ല. ഇത് ശരിക്കും നല്ല നൂറുള്ള, നമ്മൾ പച്ചക്കപ്പ പുഴുങ്ങിയ എങ്ങനെയുണ്ടോ അതേപോലെയാണ് ഈ ഫ്രോസൺ കപ്പ പുഴുങ്ങിയാൽ. അപ്പം ഞാൻ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ കുക്കറിലോട്ട് ഇടുന്നു, അത് മൂടാൻ പാകത്തിന് വെള്ളം ഒഴിക്കുന്നു, ഒരു വിസിലടിക്കുമ്പം ഓഫ് ചെയ്യുന്നു. ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പം നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ പ്രഷർ റിലീസ് ചെയ്തിട്ട് അപ്പോഴത്തേക്കും കപ്പ നല്ല കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇനി പാൽക്കപ്പ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു കഷ്ണം ഉള്ളി, കുഞ്ഞുള്ളിയാണ് ഏറ്റവും നല്ലത്, പിന്നെ ഒരു 2 ചെറിയ പച്ചമുളക്, 2-3 അല്ലി വെളുത്തുള്ളി, ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. കപ്പ കണ്ടു ഇവിടെ നല്ല കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് വേവണം, അപ്പോഴാണ് നമുക്കിത് നന്നായിട്ടങ്ങ് ഉടച്ച് മിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ ചതച്ചെടുത്ത ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ തിളപ്പിക്കാൻ നേരത്തെ ഉപ്പിട്ടില്ലായിരുന്നു, ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇതിലോട്ട് ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലാണ് ആഡ് ചെയ്യുന്നത്. അതും പാൽപ്പൊടി കൊണ്ടുണ്ടാക്കിയ തേങ്ങാപ്പാൽ തന്നെയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് വെള്ളം കുറച്ചുണ്ടാകുന്നതാണ് നല്ലത്, കാരണം കപ്പ ഇരിക്കുമ്പോൾ കുറച്ചൊന്ന് കുറുകും.
ഇതൊക്കെ നമുക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇത് വളരെ വളരെ എളുപ്പമാണല്ലേ. ഇത് പിന്നെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും. അങ്ങനെ വേറെ വലിയ മസാല ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് അത്യാവശ്യം നല്ല ഹെവിയാണ്, പക്ഷേ നല്ല യമ്മിയുമാണ്. ഇത്ര അടിപൊളിയായിരിക്കും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇനി ഇതിലോട്ടും നമ്മൾ കുറച്ച് കടുകും കൂടെ ഒന്ന് താളിച്ച് ചേർക്കുന്നുണ്ട്. കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് നമ്മുടെ പാൽക്കപ്പയിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി പാൽക്കപ്പ റെഡിയാണ്. നല്ല എളുപ്പമാണ്. ഇത് കുറച്ച് കാലമായിട്ട് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, പക്ഷേ ഞാനിതുവരെ കഴിച്ചിട്ടുമില്ല, ഉണ്ടാക്കിയിട്ടുമില്ല. എന്താണ് ഇത്ര വൈകിയതെന്ന് വിചാരിച്ചു. എന്താണെങ്കിലും ഞങ്ങളങ്ങനെ എൻജോയ് ചെയ്ത് ലഞ്ചൊക്കെ കഴിച്ച്. ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ നമുക്ക് വ്യൂസൊക്കെ ഭയങ്കര കുറവായിരുന്നത്, പക്ഷേ എനിക്ക് തോന്നുന്നു പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്, കുറേ പുതിയ ആളുകളുടെ കമൻസൊക്കെ കാണാറുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വന്ന എല്ലാവർക്കും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ഫാമിലിയിലോട്ട് വാം വെൽക്കം. നമ്മളിവിടെ ഓസ്ട്രേലിയ മെൽബണിൽ സെറ്റിലായിട്ടുള്ള ഒരു ഫാമിലിയാണ്. എനിക്ക് 2 മക്കളാണ് കേട്ടോ. ഞാനും ഹസ്ബൻഡും IT-യിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വീട്ടിലെ കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയുടെ പുറത്താകുമ്പോഴുള്ളൊരു മെയിൻ സ്ട്രഗിൾ എന്ന് വെച്ചാൽ നമുക്ക് വേറൊരു ഹെൽപ്പും അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ നമ്മുടെ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് കുറച്ചധികം സമയം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന പോലെ എങ്ങനെ നമ്മുടെ സമയം പ്ലാൻ ചെയ്യാം, അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പിന്നെ കുറേ പേര് ഹസ്ബൻഡിനെ മക്കളെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ വീഡിയോയിൽ മുഖം കാണിക്കാൻ അവർക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. ട്രാവൽ വ്ലോഗോ അല്ലെങ്കിൽ നമ്മൾ വീടിന് പുറത്തൊക്കെ പോകുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും താല്പര്യമൊക്കെയാണ്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു വീടെന്ന് പറയുമ്പോൾ നമ്മുടെ അത്രയും ഒരു പേഴ്സണലായിട്ടുള്ള സ്പേസ് അല്ലേ, അപ്പോൾ അവിടെ അവർക്ക് അങ്ങനെ താല്പര്യമില്ല. ഇവർ കുഞ്ഞായിരുന്നപ്പോൾ അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ കുറച്ചിങ്ങനെ വലുതായപ്പം വലിയ താല്പര്യം കാണിക്കാറില്ല. അപ്പോൾ ഞാനും പിന്നെ ഇത് എൻ്റെ ഒരു ജേണി നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പം അധികവും വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വർക്കിംഗ് മോം ഇന്ത്യയുടെ പുറത്ത് നമ്മളെങ്ങനെയാണ് നമ്മുടെ ഓരോ ദിവസവും വർക്കും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നമ്മുടെ ഒരു ദിവസം എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളുടെ ഒരു ഗ്ലിംസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. പിന്നെ അതുപോലെ കുറച്ച് കുക്കിങ്ങും കുറച്ച് ഹാക്സും ടിപ്സും ഓർഗനൈസേഷനും, അങ്ങനെ നമ്മളൊരു വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ എനിക്കറിയുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എനിക്ക് കൊള്ളാമെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അതുപോലെ കമൻസിലാണെങ്കിൽ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങളിൽ പലരും പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അതൊക്കെയാണ് നമ്മുടെ ഒരു വീഡിയോ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് എൻ്റെ ഒരു വ്യൂ അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ട്യൂസ്ഡേ ആണ് സാധാരണ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത്. ഇടയ്ക്കൊക്കെ ബ്രേക്ക് വരും, എന്നാലും നമ്മൾ വീണ്ടും വരും. പുതിയതായിട്ട് വന്നിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ എവിടെ നിന്നാണ്, എന്താണ് പേര്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞ് കമൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് വായിക്കുമ്പം എനിക്കൊരു സന്തോഷമാണല്ലോ. പിന്നെ ആ ഒരു പേര് വെച്ചിട്ട് ഞാനിങ്ങനെ ഓർക്കും. നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്നവരെയൊക്കെ എനിക്ക് പേര് കൊണ്ട് അറിയാം. അപ്പം ഞാനങ്ങനെ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന കൂടെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞതാണ്. ഇനി കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത്, ഇനി ശനിയാഴ്ചയല്ല, അപ്പം ഞാനൊരു 3:30 ആ ഒരു സമയമാകുമ്പം ജിമ്മിൽ പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീക്കെൻഡ്സിൽ ഒരു ദിവസം പോവും, പിന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ അങ്ങനെയാണ് പോകാറുള്ളത്. ഞാൻ കുറേ ഒരു ബ്രേക്കിന് ശേഷമാണ് ഞാൻ ജിമ്മിൽ പോകുന്നത്. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യും. പറയും പോലെ വർക്കൗട്ട് ആണെങ്കിലും നമുക്ക് ഇടയ്ക്കൊക്കെ ബ്രേക്ക് വരും, പക്ഷേ വീണ്ടും നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. ഇറ്റ്സ് മോർ ലൈക്ക് എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയാം. പക്ഷേ എനിക്ക് തോന്നിപ്പോൾ കഴിഞ്ഞ ഒരു വർഷമൊക്കെ ആയിട്ടാണ് കുറച്ചുകൂടി നല്ലൊരു സീരിയസ് ആയിട്ടും ഒരു ഇഷ്ടത്തോടു കൂടിയൊക്കെ ശരിക്കും വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു നമ്മുടെ റീസൺസ് നല്ല സ്ട്രോങ് ആകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നല്ല ക്ലാരിറ്റി ഉള്ളപ്പം നമുക്ക് എന്ത് കാര്യമാണെങ്കിലും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. നമ്മൾ വർക്കൗട്ടൊക്കെ തുടങ്ങുമ്പോൾ നമ്മളെ വിചാരിക്കുന്ന ഒരേ ഒരു കാര്യം നമുക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരൊറ്റ കാര്യമായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡ്രീം ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഒന്നും കൂടെ കയറണം എന്നുള്ളൊരു വിചാരമായിരിക്കും. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് പതുക്കെ നമ്മളതിൻ്റെ ഒരു റിയൽ റീസൺ അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഈ വർക്കൗട്ട് ചെയ്യണം എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ നമുക്ക് കിട്ടുമ്പം അത് ചെയ്യാനുള്ള മോട്ടിവേഷനും ഉണ്ടാകും കേട്ടോ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പലപ്പോഴും പറയുന്നൊരു എക്സ്ക്യൂസാണ് സമയമില്ല എന്നുള്ളത്. നമ്മൾ ഈ വർക്കൗട്ട് എന്ന് പറയുമ്പം നമ്മൾ ജിമ്മിൽ പോകണം അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു കുറച്ച് നേരം നമുക്കൊന്ന് നടക്കാനെങ്കിലും സമയമില്ല എന്ന് പറയുന്നത് നമ്മളോട് കാണിക്കുന്ന വലിയൊരു അനീതിയാണ്. നമ്മൾ ഇതിൻ്റെ ഒന്നും വില ഇപ്പോഴല്ല കൊടുക്കേണ്ടി വരിക, കുറച്ചുകൂടെ കഴിയുമ്പം. നമുക്കിപ്പോൾ നമ്മൾ യങ് ആയിരിക്കുമ്പോൾ എല്ലാവർക്കും എല്ലാത്തിനും എനർജി ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും. പക്ഷേ കുറച്ച് കഴിയുമ്പം നമ്മൾ മനസ്സെത്തുന്നിടത്ത് കൈയെത്തണമെങ്കിൽ നമ്മളിപ്പോഴേ എന്തെങ്കിലുമൊക്കെ ചെയ്താലാണ് അതിന് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വിചാരിക്കുക, നമ്മളെ ഒരു സെൽഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ഈ ചെയ്യുന്ന വർക്കൗട്ട്. നമ്മൾ ഈ ചെയ്യുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ്സ് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും പാഴായി പോകില്ല. എന്താ പറയുക, നമ്മൾ ട്രസ്റ്റ് ദ പ്രോസസ്സ് എന്ന് പറയില്ലേ, നമ്മൾ പെട്ടെന്ന് റിസൾട്ട് കാണണമെന്നില്ല. നിങ്ങളിപ്പം 1 മാസം പോയതുകൊണ്ടോ 2 മാസം പോയതുകൊണ്ടോ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് നമ്മൾക്ക് പുറമേ കാണണമെന്നില്ല. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം, കുറച്ച് മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ട് നമുക്ക് ഡെഫിനറ്റ്ലി കുറച്ചുകൂടെ നല്ല ഹെൽത്തി ആൻഡ് ഫിറ്റായിട്ടുള്ള ബോഡി നമുക്ക് എന്താണെങ്കിലും ഉണ്ടാകും.
അപ്പോൾ ഞാനങ്ങനെ ജിമ്മിലൊക്കെ പോയി വന്നിട്ട് ഒരു ബാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി നമുക്ക് വേണ്ടി തന്നെയാണ്, പിള്ളേർക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല. ഞാനിത് കുറച്ച് എന്താ പറയുക, വേറെ കാര്യങ്ങളൊന്നും ചേർക്കാതെ കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നമ്മുടെ കയ്യിലുള്ള നട്ട്സൊക്കെ എടുക്കുക, വാൽനട്ട്, ആൽമണ്ട്, പെക്കാൻ, അങ്ങനെ എന്താണോ ഉള്ളത് അതൊക്കെ എടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അതിങ്ങനെ ചെറുതാക്കി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് ഡേറ്റ്സ് ആണ് ആഡ് ചെയ്യുന്നത്, കുറച്ച് ബെല്ലവും ആഡ് ചെയ്യുന്നുണ്ട്. റോൾഡ് ഓട്സ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് റോൾഡ് ഓട്സ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഞാൻ ആ നട്ട്സും കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടിയാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒന്നിങ്ങനെ ഉരുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് ഞാൻ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും അതിങ്ങനെ മെൽറ്റായി വരുമല്ലോ. അപ്പോൾ ആ പാനി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഓട്സ് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിവിടെ ഒരുവിധം റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 4-5 മിനിറ്റ് കൊണ്ട് അതിങ്ങനെ റോസ്റ്റായി ആ ഒരു സ്മെല്ലൊക്കെ വരും. അതുപോലെ ഞാൻ പാനിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഡേറ്റ്സ് നമുക്കിനി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ പാനി തണുത്തിട്ടുണ്ട്, ഈ ഒരു പാത്രത്തിലോട്ടാണ് എല്ലാം ആഡ് ചെയ്യുന്നത്. നമ്മുടെ റോൾഡ് ഓട്സും നട്ട്സും കൂടെ അത് ആഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഡേറ്റ്സ് ഗ്രൈൻഡ് ചെയ്തെടുത്തില്ലേ, അത് വെള്ളം ചേർക്കാതെ നമ്മുടെ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അതും കൂടെ ആഡ് ചെയ്യുന്നു. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ക്രിസ്മസിന് നമ്മൾ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തിട്ട് കുറേ ഐറ്റംസ് ബാക്കി ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ആഡ് ചെയ്തു. കുറച്ച് റേസിൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ഷുഗർ കണ്ടൻറ്റ് ഉണ്ട്. നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ലെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സും ഡേറ്റ്സും ബെല്ലമൊക്കെ ആയിട്ട് ഇത് ആക്ച്വലി നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നിങ്ങൾക്കിങ്ങനെ ഹെൽത്തി ആയിട്ട് എന്നാൽ നല്ല കുറച്ച് സ്വീറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് കഴിക്കണം എന്ന് തോന്നുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാവുന്ന സംഭവമാണ്. അത്യാവശ്യം കാലറി ഉണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഞാനിത് ചൂടായതുകൊണ്ട് ആദ്യം ഒന്ന് തവി കൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മിക്സ് ചെയ്യാൻ പറ്റുന്ന ചൂടാകുമ്പോൾ നമുക്ക് കൈ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ബേക്കിംഗ് ട്രേയിൽ നമുക്കിത് എന്താ പറയുക ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ ഇത് ലഡു പോലെ അങ്ങനെ ആക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ് പോലെ അങ്ങനെ പരത്തി എടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതങ്ങനെ ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു സംഭവമല്ല. സാധാരണ ബാർ പോലെ ഒത്തിരി ഹാർഡല്ല, ഇതൊരു സോഫ്റ്റ് ആയിട്ടാണ് ഇത് വരിക. പക്ഷേ ഇത് നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ്, ഇപ്പോൾ നമ്മളല്ലാതെ ഇങ്ങനെ നട്ട്സൊക്കെ കഴിക്കാൻ ചിലപ്പോൾ നമുക്ക് മടിയല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പുറത്ത് തന്നെ വെച്ച് ഫ്യൂ വീക്സ് യൂസ് ചെയ്യാം, അത്രയ്ക്കല്ലേ ഇത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ ഇത് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു. വൈകുന്നേരമൊക്കെ പ്രത്യേകിച്ച് ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോൾ നല്ല വിശപ്പാണ്. പിന്നെ ഞാൻ ഓഫീസിൽ പോകുമ്പോഴാണെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബാറ് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ചുമ്മാ സമയം കിട്ടിയപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇനി ഒന്ന് ഓയിൽ മസാജൊക്കെ ചെയ്ത് മുടിയൊക്കെ ഒന്ന് കഴുകണം. വീക്ക്ലി 2 പ്രാവശ്യമാണ് ഞാൻ തല കഴുകാറുള്ളത്. എപ്പോഴും തല നനയ്ക്കുമ്പോൾ നന്നായിട്ട് ഓയിൽ മസാജൊക്കെ ചെയ്ത് ഷാമ്പൂ ഒക്കെ ഇട്ട് കണ്ടീഷണർ അപ്ലൈ ചെയ്ത് അങ്ങനെയാണ് മുടി കഴുകാറുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു എണ്ണ ഞാൻ വീട്ടിൽ തന്നെ കാച്ചിയെടുക്കുന്നതാണ്. ഞാൻ മുമ്പിലത്തൊക്കെ വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഷോർട്സ് ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല എളുപ്പമാണ് നമുക്ക് വീട്ടിൽ എണ്ണ കാച്ചാനായിട്ട്. എന്തെങ്കിലും ഇപ്പോൾ കറി ലീവ്സോ കറ്റാർവാഴയോ അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണുള്ളതെങ്കിൽ പോലും നമുക്ക് നന്നായിട്ട് കറി ലീവ്സൊക്കെ ഒത്തിരി നല്ലതല്ലേ മുടിക്കുക. അപ്പോൾ അങ്ങനെ നല്ല എണ്ണ കാച്ചിയെടുക്കാം. ഇതിങ്ങനെ കാച്ചി വെച്ചാൽ മാസങ്ങളോളം ഉണ്ടാകും. വീക്കെൻഡ് എത്ര തിരക്കാണെങ്കിലും കുറച്ച് സമയം ഇങ്ങനെ ഒരു സെൽഫ് കെയറിനും നമ്മളൊന്ന് കെയർ ചെയ്യാനും പാമ്പർ ചെയ്യാനൊക്കെ സമയം കണ്ടെത്തുക എന്ന് പറയില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ വീടുകളിലും ബാത്ത് ടബൊക്കെ ഉണ്ടാകും. പക്ഷേ അതൊക്കെ യൂസ് ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും. ഇടയ്ക്കൊക്കെ എങ്കിലും കുറച്ച് സമയം എടുത്ത് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് അതൊക്കെ ഒന്ന് യൂസ് ചെയ്യുക. നമ്മളെ കുറച്ച് കെയർ ചെയ്യുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ അങ്ങനെ കെയർ ചെയ്യാനും സ്നേഹിക്കാനും ഒക്കെ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ സത്യം. അങ്ങനെ അല്ലാത്തപ്പോഴാണ് നമ്മൾ പലപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആയി പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടിയും കുറച്ച് സമയമൊക്കെ കണ്ടെത്താനായിട്ട് ട്രൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.